So, two-way slabിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. Design a reinforced concrete slab for a room of clear dimensions 4 meter by 5 meter. The slab is supported all around on walls of width 300 mm. The slab has to carry a live load of 4 kN per meter square and floor finish 1 kN per meter square. Use M20 concrete and Fe 415 steel. Assume corners are held down. So, ഇതൊരു ടു വേ സ്ലാബിൻ്റെ പ്രോബ്ലമാണ്. സാധാരണ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം ടു വേ ആണോ വൺ വേ ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, LX/LY ചെയ്തിട്ട് അത് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ 2 ആണോ എന്ന് ചെക്ക് ചെയ്യും. ലെസ് ദാൻ 2 ആണെങ്കിൽ അത് ടു വേ സ്ലാബ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. സോ അതേ പ്രൊസീജിയർ തന്നെ നമുക്ക് ഇവിടെയും ഫോളോ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് തന്ന ഡാറ്റാസ് നമ്മൾ എടുത്തെഴുതി. ഗിവൺ ഡാറ്റാസ്: റൂം ഡയമെൻഷൻ 4 meter by 5 meter, LX 4 meter 4000 mm, LY 5 meter converted into mm 5000 mm, then wall thickness that is 300 mm, live load, floor finish, FCK value, FY value. Then step 1, types of slab. So long span divided by short span, that is 5 by 4, that is 1.25. So this is below than 2, right? So the given slab is designed as two-way slab, is provided in both short and long span direction. So നമുക്ക് തന്ന പ്രോബ്ലം പ്രകാരം നമ്മളിത് ടു വേ സ്ലാബാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ആ സമയത്ത് ടു വേ സ്ലാബ് ആയതുകൊണ്ട് ലോങ് സ്പാനിലും ഷോർട്ട് സ്പാനിലും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? റെയിൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. സോ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റുകൾ കൂടിയുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് കോർണേഴ്സ് ആർ ഹെൽഡ് ഡൗൺ. ടു വേ സ്ലാബ് ആണ്, കോർണേഴ്സ് ഉണ്ട്. സോ ആ കോർണേഴ്സ് എന്ന് പറയുന്നത് ഹെൽഡ് ഡൗൺ ആണ്. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഓർമ്മിച്ച് വെക്കുക. Then we move it to step 2, that is effective depth and overall depth, small letter d and capital letter D. So here span divided by d എന്ന് പറയുന്നത് 25 to 30 റേഞ്ചിലായിരിക്കും. സ്പാൻ ബൈ ഡി എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ 25 to 30 റേഞ്ചിലായിരിക്കും. സോ LX/D നമുക്ക് 25 എന്ന് അസ്യൂം ചെയ്യുന്നു. സോ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? L/25. എല്ലിന് ഇവിടെ നമ്മൾ LX ഷോർട്ട് സ്പാൻ എടുക്കുന്നു. സോ L/25, ദാറ്റ് ഈസ് 4000 ഡിവൈഡഡ് ബൈ 25, ദാറ്റ് ഈസ് 160 mm. ദെൻ പ്രൊവൈഡ് 10 mm ബാർസ്. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 10 mm ബാർസ് വിത്ത് എ ക്ലിയർ കവർ ഓഫ് 20 mm. സോ എഫക്റ്റീവ് ഡെപ്ത് പ്ലസ് ക്ലിയർ കവർ പ്ലസ് ഡയമീറ്റർ ബാർസ്, ഡയമീറ്റർ ഓഫ് ബാർ ബൈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓവറോൾ ഡെപ്ത് ആയിരിക്കും. ദാറ്റ് ഈസ് 160 പ്ലസ് 20 പ്ലസ് 10 by 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 185 mm. ദെൻ വി മൂവ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് എഫക്റ്റീവ് സ്പാൻ. എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം IS 456 22.2 ക്ലോസ് നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ക്ലോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുന്നത്. സോ പേജ് നമ്പർ 34, ഈ ഒരു ക്ലോസ് ഇവിടെ നമ്മൾ ക്ലോസ് പ്രകാരം കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ ക്ലിയർ സ്പാൻ പ്ലസ് ഡി, സെക്കൻഡ് കണ്ടീഷൻ ക്ലിയർ സ്പാൻ പ്ലസ് സെൻറ്റർ ടു സെൻറ്റർ ഓഫ് സപ്പോർട്ട്. സോ ക്ലിയർ സ്പാൻ പ്ലസ് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 4000 പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് 160, ദാറ്റ് ഈസ് 4160, ദാറ്റ് ഈസ് 4.16 മീറ്റർ. ദെൻ ക്ലിയർ സ്പാൻ പ്ലസ് സെൻറ്റർ ടു സെൻറ്റർ ഓഫ് സപ്പോർട്ട് എന്ന് പറയുമ്പം 300 ആണ് വാൾ തിക്നെസ്. അപ്പം രണ്ട് വോളിൻ്റെയും, അതായത് ഇങ്ങനൊരു സപ്പോർട്ടാണെങ്കിൽ രണ്ട് വോളിൻ്റെയും സെൻറ്റർ പോയിൻ്റ് ഉണ്ടാവും. സോ 300 by 2, 300 by 2, then E space, that is 300 by 2 plus 4000 plus 300 by 2, that is 4.3 meter. So we take the effective span least of this. So LX is equal to 4.16 meter. So
ഫസ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് ഏത് ടൈപ്പ് ഓഫ് സ്ലാബാണെന്ന് ചെക്ക് ചെയ്തു. ദെൻ എഫക്റ്റീവ് ഡെപ്ത് കണ്ടു, ഓവറോൾ ഡെപ്ത് കണ്ടു, എഫക്റ്റീവ് സ്പാന് കണ്ടു. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് അൾട്ടിമേറ്റ് ലോഡ് WU. സോ ഇവിടെ നമുക്ക് ലൈവ് ലോഡും ഫ്ലോർ ഫിനിഷും തന്നിട്ടുണ്ട്. നമ്മൾ സെൽഫ് വെയ്റ്റ് ഓഫ് ദി സ്ലാബ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് ഫിനിഷിംഗ് ലോഡാണ് ലോഡ് എന്ന് പറയുന്നത്, ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. അത് ഇൻറ്റു 1.5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അൾട്ടിമേറ്റ് ലോഡ് കിട്ടും. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ 1 meter വിഡ്ത്ത് സ്ലാബ്. സോ ദ സെൽഫ് വെയ്റ്റ് ഓഫ് സ്ലാബ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയ്റ്റ് ഇൻറ്റു വോളിയം. B ഇൻറ്റു D ഇൻറ്റു L ആണ് വോളിയം എന്ന് പറയുന്നത്. സ്പെസിഫിക് വെയ്റ്റ് 25 ആണ് കോൺക്രീറ്റിൻ്റെത്, ഇൻറ്റു 1 meter ലെങ്ത്ത്, 1 meter വിഡ്ത്ത്, 0.185 ഡെപ്ത്ത്, അതായത് ഓവറോൾ ഡെപ്ത്ത്. So that is 4.625 kilonewton per meter. Then live load at 1 meter width of slab 4 into 1 4 kilonewton per meter. Floor finish of 1 meter width slab 1 into 1 1 kilonewton per meter. Then the total load 4.625 plus 4 plus 1, that is 9.625 kilonewton per meter. We want to find ultimate load, that is WU, that is equal to 1.5 into W. That means 1.5 into 9.625 into 14.43 kilonewton meter. Then നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം പ്രകാരം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഗിവൺ ഡാറ്റാസ് എഴുതി, ടൈപ്സ് ഓഫ് സ്ലാബ് മെൻഷൻ ചെയ്തു. അതിൽ ടൈപ്സ് ഓഫ് സ്ലാബ് 2-way സ്ലാബ് ആണെന്ന് കൺഫേം ചെയ്തു. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. എഫക്റ്റീവ് സ്പാന്, ഓവറോൾ ഡെപ്ത്ത്, എഫക്റ്റീവ് ഡെപ്ത്ത്, ഓവറോൾ ഡെപ്ത്ത്, എഫക്റ്റീവ് സ്പാന്, അൾട്ടിമേറ്റ് ലോഡ്. ഇത്രയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റ് ആൽഫ എക്സ് ആൻഡ് ആൽഫ വൈ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. 2-way സ്ലാബിൻ്റെ കേസിൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാണുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. സാധാരണ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞ പ്രോബ്ലം, അതായത് 1-way സ്ലാബിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളതൊക്കെ കണ്ടുപിടിച്ചു, ലോഡ് കണ്ടുപിടിച്ചു, ഡയറക്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ 2-way മീൻസ് 4 ഡയറക്ഷനിലും 4 സൈഡ്സിലായിട്ട് 2-wayയിലായിട്ട് 4 ഡയറക്ഷനിലും നമുക്ക് എന്തുണ്ട്? സ്ലാബിൽ ലോഡ് പോകുന്നുണ്ട്. 2 ഡയറക്ഷണൽ സ്പാനാണ്. സോ ആ സമയത്ത് നമുക്ക് സ്ലാബുകൾ എത്ര ബെൻഡിങ് സംഭവിക്കുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് നമ്മളൊരു കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കണം. ആ കോഎഫിഷ്യൻ്റാണ് ആൽഫ എക്സ് ആൻഡ് ആൽഫ വൈ. ഇതിൻ്റെ ഡീറ്റെയിലിങ് പേജ് നമ്പർ 90 IS 456/2000 പേജ് നമ്പർ 90 എടുത്തു കഴിഞ്ഞാൽ അനക്സ് D സ്ലാബ് സ്പാനിങ് ഇൻ 2 ഡയറക്ഷൻ, ഈ ഒരു പേപ്പറിൽ കംപ്ലീറ്റ് പറയുന്നത് ഇതിൻ്റെ, അതായത് 2-way സ്പാനിൻ്റെ ഡയറക്ഷൻസ് ആണ്. സോ ഇത് പ്രകാരം ദ സ്ലാബ് ഈസ് സിംപ്ലി supported on all 4 sides. The corners are held down by the providing torsional reinforcement. 4 സൈഡ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് കണ്ടോ? 4 സൈഡ്സിലായിട്ട് നമ്മളെ കോർണേഴ്സ് 4 സൈഡ്സിലായിട്ട് സിംപ്ലി സപ്പോർട്ടഡ് ആണ് സ്ലാബ്. ആ സമയത്ത് കോർണേഴ്സ് എന്താണ്? ഹെൽഡ് ഡൗൺ ആണ്. 1 2 3 4 ഈ കോർണേഴ്സ് ഹെൽഡ് ഡൗൺ ആണെന്ന് കണ്ടീഷനുണ്ട്. അപ്പം നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? അവിടെ ടോർഷൻ റൈൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് നമ്മളെ കണ്ടീഷൻ. അത് പ്രകാരം നമ്മൾ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാൻ IS 456/2000 പേജ് നമ്പർ 91 ഒരു ടേബിൾ 26 ബെൻഡിങ് മൊമെൻറ്റ് കോഎഫിഷ്യൻറ്റ് ഫോർ റെക്ടാങ്കുലർ പാനൽ സപ്പോർട്ടഡ് ഓൺ 4 sides വിത്ത് പ്രൊവിഷൻ ഓഫ് ടോർഷൻ അറ്റ് കോർണേഴ്സ്. ഇവിടെ നമുക്ക് ആൽഫ എക്സിൻ്റെ വാല്യൂയും ആൽഫ വൈയുടെ വാല്യൂയും തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കയ്യിൽ വേണം? കണ്ടീഷൻ ഏതാണെന്ന് നമുക്ക് കയ്യിൽ വേണം. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ 9 കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ നമ്മളെ കണ്ടീഷൻ എന്ന് പറയുന്നത് 4 എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. കണ്ടീഷൻ 9 ആണ്. ഇതാണ് നമ്മളെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഇത് പ്രകാരം നമുക്ക് LX/LYയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ നേരത്തെ സ്ലാബ് ഏത് ടൈപ്പാണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അത് 1.25 ആണ്. സോ 1.25ൻ്റെ ആൽഫ എക്സും ആൽഫ വൈയും നമ്മൾ
കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആൽഫ വൈ എന്ന് പറയുന്നത് ഒരൊറ്റ കോളേ ഉള്ളൂ. സോ അതിൻ്റെ 9th കണ്ടീഷൻ എന്ന് പറയുമ്പം 0.056 ആണ്. സോ ആൽഫ വൈ ഈസ് ഈക്വൽ ടു 0.056. അത് ഡയറക്റ്റ് നമുക്ക് കിട്ടും. ദെൻ സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം 1.25ൻ്റെ, അതായത് 1.2 ഉണ്ട്, 1.3 ഉണ്ട്, 1.25യുടെ വാല്യൂ ഇല്ല. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ ഇൻ്റർമീഡിയറ്റ് ആണ് 1.25 എന്ന് പറയുന്നത്. സോ അത് ഇൻ്റർപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആൽഫ എക്സ് കിട്ടുള്ളൂ. സോ ഞാനതിവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളെ കണ്ടീഷൻ പ്രകാരം LX/LY 1.2, 1.25, 1.3 ആൽഫ എക്സ് വാല്യൂസ് 1.2ൻ്റെത് 0.072, 1.25ൻ്റെത് ആൽഫ എക്സ്, 1.3യുടേത് 0.079. ഇതിനെ ഇൻ്റർപോളേറ്റ് ചെയ്താൽ, ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏവറേജ് ആണ് 1.25 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏവറേജ് ആയിരിക്കും നമുക്ക് കിട്ടേണ്ട ആൽഫ എക്സ് എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ്. സോ 0.072 പ്ലസ് 0.079/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആൽഫ എക്സിൻ്റെ വാല്യൂ കിട്ടി. ദെൻ നമ്മൾ എന്തൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തു? ആൽഫ എക്സും ആൽഫ വൈയും എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, നമുക്ക് കിട്ടി. ആ വാല്യൂസാണിത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. നമുക്ക് കോഎഫിഷ്യൻ്റ് കിട്ടി. കോഎഫിഷ്യൻ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പ് ബെൻഡിങ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യും, അതേപോലെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ബെൻഡിങ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ലോങ് സ്പാൻ ഡയറക്ഷനിലും അതേപോലെ ഷോർട്ട് സ്പാൻ ഡയറക്ഷനിലും ഉണ്ട്. ഈ ലോങ് സ്പാൻ ഡയറക്ഷൻ്റെ ഇക്വേഷനിലും നമ്മൾ വാല്യൂ പുട്ട് ചെയ്യും, ഷോർട്ട് സ്പാൻ ഡയറക്ഷൻ്റെ ഇതിലും നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്യും. എന്നിട്ട് അതിലെ മാക്സിമം വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. സോ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ പേജ് നമ്പർ 90-ലുണ്ട്. ഇതാണ് ആ രണ്ട് ഇക്വേഷൻ. സോ അത് പ്രകാരം MUX എന്ന് പറയുന്നത് ആൽഫ എക്സ് പ്ലസ് WU ഇൻറ്റു LX². ആൽഫ എക്സ് നമുക്ക് നേരത്തെ കിട്ടി, WU നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഇൻറ്റു LX എഫക്റ്റീവ് സ്പാന് 4.16² ആണ്. സോ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 18.85 ഇൻറ്റു 10⁶ Nm എന്ന് കിട്ടി. ദെൻ MUY നെക്സ്റ്റ് ഡയറക്ഷനിലും ഇതേ വാല്യൂസ് നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് 13.98 ഇൻറ്റു 10⁶ Nm എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മൾ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. VU WU ഇൻറ്റു LX/2. WL/2 ആണ് ഷിയർ ഫോഴ്സ്. അതിവിടെ ആവുന്ന സമയത്ത് അൾട്ടിമേറ്റ് ലോഡ് ഇൻറ്റു എഫക്റ്റീവ് സ്പാൻ ഡിവൈഡഡ് ബൈ 2 വാല്യൂസ് പുട്ട് ചെയ്തു, 13.01 kN എന്ന് കിട്ടി. Then the next step, നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? എഫക്റ്റീവ് ഡെപ്ത്ത്, ഓവറോൾ ഡെപ്ത്ത്, എഫക്റ്റീവ് സ്പാന്, അതേപോലെ ലോഡ്, അൾട്ടിമേറ്റ് ലോഡ്, ദെൻ നെക്സ്റ്റ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കോഎഫിഷ്യൻറ്റ്, അതുപ്രകാരമുള്ള ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് വരുന്ന ഫുള്ള് ചെക്കാണ്. നമ്മൾ ഈ എടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റാണോ, നമ്മൾ ഇത് പ്രകാരം ഡിസൈൻ ചെയ്താൽ അതിന് സ്ലാബിന് എന്തെങ്കിലും പ്രശ്നം വരുമോ, അത് ഫെയിലിയർ ആവുമോ എന്നത് നമുക്ക് ചെക്ക് ചെയ്യണം. സോ അതിലെ സ്റ്റെപ്പ് നമ്പർ 7, എഫക്റ്റീവ് ഡെപ്ത്ത് റിക്വയേർഡ്, D റിക്വയേർഡ്. സോ maximum bending moment due to given load is equated to balanced compressive moment of resistance. ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് MUXും MUYയും എടുത്തു വയ്ക്കാൽ MUX ആണ്, അത് നമ്മൾ ചൂസ് ചെയ്തു. FCKയുടെ വാല്യൂ 20 ആണ്. അത് പ്രകാരം SP16 നമുക്ക് MU = 0.138 FCK/BD² എന്നുള്ള ഇക്വേഷൻ കിട്ടും. അതിൽ നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ വാല്യൂ D ആയി എടുത്തു കഴിഞ്ഞാൽ D ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 82.64 mm എന്ന് കിട്ടി. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെടുത്ത എഫക്റ്റീവ് ഡെപ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അസ്യൂം ചെയ്തെടുത്ത വാല്യൂ 160 mm ആയിരുന്നു. ഈ 160 mmനേക്കാളും ബിലോ ആണ് 82.64 mm എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രൊവൈഡഡ് എഫക്റ്റീവ് ഡെപ്ത്ത് ഈസ് സഫിഷ്യൻറ്റ്. നമ്മൾ അസ്യൂം ചെയ്തെടുത്ത എഫക്റ്റീവ് ഡെപ്ത്ത് പ്രകാരം നമ്മൾ സ്ലാബ് ഡിസൈൻ ചെയ്താൽ അവിടെ ഫെയിലിയർ സംഭവിക്കില്ല, അത് സേഫ് ആണ്. സോ ഫസ്റ്റ് ചെക്ക് ഈസ് ഓവർ. നെക്സ്റ്റ് ചെക്ക് എന്ന് പറയുന്നത്
ഏരിയ ഓഫ് സ്റ്റീൽ ആൻഡ് ഇറ്റ് സ്പേസിംഗ് ആണ്. അതായത് നമ്മൾ കണ്ടുപിടിച്ച ലോങ് സ്പാനിലെയും ഷോർട്ട് സ്പാനിലെയും ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അത് പ്രകാരം എത്ര നമ്പർ ഓഫ് ബാർസ് ഉള്ള റെയിൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതേപോലെ അതിൻ്റെ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ഷോർട്ട് സ്പാൻ എക്സ് ഡയറക്ഷൻ, റെയിൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഷോർട്ട് സ്പാൻ എക്സ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ASTX. സോ നമുക്കറിയാം നമ്മുടെ MUയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് G.1.1b പ്രകാരം 0.87 FI ASTX D into 1 - FI ASTX divided by FCKBD. ഇതിലെ ASTX ഒഴിച്ച് ബാക്കി എല്ലാ വാല്യൂവും നമുക്ക് നോൺ ആണ്. സോ നമ്മൾ ആ വാല്യൂസ് പുട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റി. ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ASTXൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു. അതെന്ന് പറയുന്നത് 341.41 mm² ആണ്. സോ പ്രൊവൈഡ് 10 mm ബാർസ് ദെൻ ഇറ്റ് സ്പേസിങ്, നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് 10 mm ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ്. ദെൻ അതിൻ്റെ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യണം നെക്സ്റ്റ് സ്റ്റെപ്പിൽ. സോ സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ 3 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ നമ്മൾ ലീസ്റ്റ് വാല്യൂ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് AST ഡിവൈഡഡ് ബൈ AST ഓഫ് 10 mm ബാർസ് പ്രൊവൈഡഡ് ബൈ AST ഓഫ് എക്സ് ഡയറക്ഷൻ ഇൻറ്റു 1000, ദാറ്റ് ഈസ് 5/4 × 10² ഡിവൈഡഡ് ബൈ നമുക്കിപ്പോൾ കിട്ടിയ AST 341.41 × 1000. അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 230 mm കിട്ടി. ദെൻ സെക്കൻഡ് കണ്ടീഷൻ 3 × എഫക്റ്റീവ് ഡെപ്ത്, 3 × 160, ദാറ്റ് ഈസ് 480. ദെൻ തേർഡ് കണ്ടീഷൻ ടേക്ക് 300 mm. സോ ഇതിലെ ലീസ്റ്റ് എന്ന് പറയുന്നത് 230 mm ആണ്. സോ നമ്മൾ എന്ത് പറയും? പ്രൊവൈഡ് 10 mm ബാർസ് അറ്റ് എ സ്പേസിംഗ് ഓഫ് 230 mm സെൻറ്റർ ടു സെൻറ്റർ ആസ് മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ ഷോർട്ട് സ്പാൻ ഡയറക്ഷൻ. ഷോർട്ട് സ്പാൻ അപ്പം നമ്മളത് ക്ലിയർ ചെയ്തു. ദെൻ വി മൂവ് ടു ലോങ് സ്പാൻ വൈ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ASTY. സെയിം ഇക്വേഷൻ ഇവിടെ MUY ആണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അൺനോൺ വാല്യൂ ASTY ആണ്. നോൺ വാല്യൂസ് പുട്ട് ചെയ്ത് ഇക്വേഷൻ ഫോം ചെയ്ത് ASTYയുടെ വാല്യൂ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 250.11 mm². ദെൻ വി ഫൈൻഡ് ഔട്ട് AST മിനിമം, ദാറ്റ് ഈസ് 0.12% ഓഫ് ഗ്രോസ് ഏരിയ, 0.12/100 × 1000 × 185, that is 222 mm². So ASTY is greater than AST minimum. So we provide 8 mm bars. Assume ചെയ്യുന്നതാണ് ഈ വാല്യൂ 8 mm bars. Then its spacing is 3 conditions ആണ്. First one AST divided by ASTY into 1000, 5/4 × 8² divided by ഇപ്പം കണ്ടുപിടിച്ച 250.11 × 1000, that is 200.97. Second condition 3 × 160, that is 480. Third condition take 300 mm. So ഇതിലെയും ലീസ്റ്റ് വാല്യൂ നമ്മൾ എടുക്കും. So provide 8 mm bars at a spacing of 200 mm center to center main reinforcement in long span direction. So AST find out ചെയ്യുന്ന സമയത്ത് പേജ് നമ്പർ 90-ലുള്ള G.1.196-ലുള്ള 1.1p ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ MUXും MUYയും ഇക്വേറ്റ് ചെയ്ത് ASTYയും ASTXും ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ 3 കണ്ടീഷൻ പ്രകാരമുള്ള സ്പേസിങ്ങും കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെക്ക് ഫോർ ഷിയർ ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ ടോബി കാൽക്കുലേറ്റ് ചെയ്യും. നോമിനൽ ഷിയർ സ്ട്രെസ് VU/BD. VU നമ്മൾ ഓൾറെഡി, ഷിയർ ഫോഴ്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ ഡയറക്റ്റ് വാല്യൂസ് പുട്ട് ചെയ്തപ്പോൾ 0.187 Nm² കിട്ടി. സോ ടോബി നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ടോസി. അതിന് ടേബിൾ നമ്പർ 19 IS 456/2000 ഇത് പ്രകാരം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലും FCKയുടെ വാല്യൂ നമുക്ക് വേണം. സോ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ 100 ASTBX/BD അത് പ്രകാരം വാല്യൂസ് പുട്ട് ചെയ്തപ്പോൾ 0.123 കിട്ടി. ദെൻ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി കണ്ടുപിടിക്കണം. സോ ടേബിൾ നമ്പർ 19 ടേബിൾ നമ്പർ 19 എന്ന് പറയുന്നത്. ഇതിൽ 0.15 ആൻഡ് ബിലോ ആണെങ്കിൽ നമ്മളെ കണ്ടീഷൻ ഈ വാല്യൂ തന്നെ എടുക്കണം എന്നാണ് പറയുന്നത്. സോ അത് പ്രകാരം M20യുടെ വാല്യൂ M20 കറസ്പോണ്ടിങ് ആയിട്ട് 0.28. സോ ടോസി എന്ന് പറയുന്നത് എന്താണ്? 0.28 ആണ്. സോ ടോസി ഈക്വൽ ടു 0.28. ദെൻ
0.28 എന്ന് പറയുന്നത് 0.187-നേക്കാളും കൂടുതലാണ്. ദാറ്റ് മീൻസ് tau v is less than tau c. The slab is safe against shear. So shear force in the case slab against shear ആണ്, അപ്പോൾ അത് സേഫ് ആണ്. The next check എന്ന് പറയുന്നത് 10th step check for deflection ആണ്. അതായത് L/D calculator is less than L/D provided ആയിരിക്കണം. So L/D calculator എന്ന് പറയുന്നത് എന്താണ്? 4160/16, നമ്മൾ L effective divided by effective depth, that is 26. Then we want to find out provided ആയിട്ടുള്ള വാല്യൂ. സോ L/D provided കണ്ടുപിടിക്കാൻ ഒരു ബേസിക് വാല്യൂ ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, കോഡ് പ്രകാരം ബേസിക് വാല്യൂ സിംപ്ലി സപ്പോർട്ടറിൻ്റെ കേസിൽ 20 ആയിരിക്കും. നമ്മൾ കോഡിൽ കഴിഞ്ഞ ഒരു പ്രീവിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ബേസിക് വാല്യൂയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 20 ആയിരിക്കും. ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് മോഡിഫിക്കേഷൻ ഫാക്ടർ. So modification factor is obtained from figure 4 IS 456-2000. It requires PT and FS. So modification factor കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലും FSൻ്റെ വാല്യൂ ആണ്. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അത് നമ്മളെ കയ്യിലുണ്ട് 0.213. അത് പ്രകാരം നമുക്ക് ഫിഗർ 4 എടുക്കാം. ഫിഗർ 23, ഫിഗർ 7, സോ പേജ് നമ്പർ 38. ഇവിടെ കണ്ടോ ഒരു ഗ്രാഫ്, ഒരു ഭാഗത്ത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ടെൻഷൻ റെയിൻഫോഴ്സ്മെൻറ്റ്, സെക്കൻഡ് ഭാഗത്ത് മോഡിഫിക്കേഷൻ ഫാക്ടർ. ഈ കേർവ്ഡ് ആയിട്ട് പോയിട്ടുള്ള വാല്യൂ ആണ് FS എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് FS ആണ്. സോ FS ഈക്വൽ ടു 0.58 ഇൻറ്റു FY ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്റ്റീൽ റിക്വയർഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്റ്റീൽ പ്രൊവൈഡഡ്. ഇവിടെ നമ്മൾ സ്റ്റീലിൻ്റെ കേസ് പ്രത്യേകം പറയാത്തത് കൊണ്ട് നമ്മളിവിടെ FSയുടെ വാല്യൂ 0.58 ഇൻറ്റു FY ആണ് എടുക്കുക. ദാറ്റ് ഈസ് 0.58 ഇൻറ്റു FYയുടെ വാല്യൂ 415 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ 240. സോ കണ്ടോ ഈ 240യുടെ ഒരു ഗ്രാഫ് പോകുന്നത് കണ്ടോ. ഇത് പ്രകാരം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിൽ 213 എന്ന് പറയുമ്പം ഇത് 2 ആയിരിക്കും. സോ 2 കുറച്ച് കഴിഞ്ഞാൽ 213. ഇത് മുകളിലോട്ട് പോയാൽ ഇതിനെ ഇൻ്റർപോളേറ്റ് ചെയ്യുന്ന പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യും, ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യിക്കും. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 1.6. ഈ 1.6 പ്രകാരമാണ് നമുക്ക് എന്ത് കിട്ടുക, സോറി 1.6 ആണ് എന്തെന്ന് പറയുന്നത്, മോഡിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ബൈ ഗ്രാഫ് 1.6 ദാറ്റ് ഈസ് മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടി. സോ L/D പ്രൊവൈഡഡ് എന്ന് പറയുന്നത് 20 ഇൻറ്റു 1.6 ദാറ്റ് ഈസ് 32. സോ ഈ 32 എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് കിട്ടിയ ബേസിക് L/D കാൽക്കുലേറ്ററിനേക്കാളും വലുതാണ്, 26നേക്കാളും വലുതാണ്. സോ ദ സ്ലാബ് ഈസ് സേഫ് എഗെയിൻസ്റ്റ് ഡിഫ്ലക്ഷൻ. സോ ഡിഫ്ലക്ഷൻ്റെ കേസിൽ നമ്മൾ സ്ലാബ് എന്തായി, നമ്മൾ ഡിസൈൻ ചെയ്ത സ്ലാബ് എന്താണെന്ന് പറഞ്ഞു, നമ്മൾ സേഫ് ആണെന്ന് കൺഫേം ചെയ്തു. ആൻഡ് ദ ലാസ്റ്റ് സെക്ഷൻ ഈസ് ടോർഷൻ റെയിൻഫോഴ്സ്മെൻറ്റ്. 4 കോർണേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. ആ കോർണേഴ്സ് നമ്മൾ ബൗണ്ടറി കണ്ടീഷനായിട്ട് എടുക്കുന്നു. സോ ടോർഷൻ റെയിൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ കോർണേഴ്സ് ഫോർ ദിസ് ബൗണ്ടറി കണ്ടീഷൻ ഫ്രം ക്ലോസ് D point 1.8 ഓഫ് IS 456-2000. നമ്മളെ കോഡ് പ്രകാരം പേജ് നമ്പർ 90ൽ
D point 1.8 torsion reinforcement shall be provided at any corner where the slab is singly supported in both edge meeting at that corner. It shall consist of top and bottom reinforcement, each with layers of bars placed parallel to the sides of the slab and extending from the edges a minimum distance of 1/5 of shorter span. The area of reinforcement in each of these 4 layers shall be 3/4 of the area required for the maximum midspan moment in the slab. So, ഈ കണ്ടീഷൻ പ്രകാരം നമ്മൾ ടോർഷൻ കൊടുക്കുന്ന സമയത്ത് 1/5 ഓഫ്, അതായത് ഡിസ്റ്റൻസ് ഓവർ വിച്ച് ടോർഷൻ റെയിൻഫോഴ്സ്മെൻറ്റ്, ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/5 ഓഫ് ഷോർട്ട് സ്പാൻ ആണ്. സോ 1/5 ഓഫ് 4000. 1/5 of short span, that is 1/5 into 4000, that is 800 mm. So, നമ്മൾ ടോർഷൻ റെയിൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പം അവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 800 mm ആണ്. ഇത് പ്രകാരം ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഈച്ച് ഓഫ് ദ 4 ലെയേഴ്സ് AST 3/4 ഓഫ് ASTX. ASTXൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താണ്. അതിൻ്റെ 3/4 എന്ന് പറയുമ്പോൾ 256.05 mm². ദാറ്റ് ഈസ് we provide, നമ്മൾ assume ചെയ്യുന്നു, we provide 6 mm bars. Then the spacing AST divided by AST into 1000, 6 ആണ്, മറ്റേത് 256 ആണ്. സോ 100.42 എന്ന് കിട്ടും. 3 into D 480, ലാസ്റ്റ് വൺ 300. ലീസ്റ്റ് വാല്യൂ ടേക്കൺ ചെയ്യും. സോ പ്രൊവൈഡ് 6 mm bars at a spacing of 110 mm, center to center for length of 800 mm at all 4 corners in layers. Please note all 4 corners in layers. ഈ ഒരു കേസാണ് ഇതിവിടെ വന്നിട്ടുള്ളത്. ദെൻ ഇത് പ്രകാരം നമ്മൾ LY LX ഇതിൽ നമ്മളിപ്പം 4 കോർണേഴ്സിൽ ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു എഡ്ജ് സ്ട്രിപ്പ് ഉണ്ട്. ഇവിടെ ഈ എഡ്ജ് സ്ട്രിപ്പിൽ നമുക്ക് റെയിൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഈ എഡ്ജ് സ്ട്രിപ്പിൽ റെയിൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതും കൂടി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ 4 കോർണേഴ്സിലായിട്ട് 4 ലെയേഴ്സിൽ ടോർഷൻ റെയിൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ എഡ്ജ് സ്ട്രിപ്പ്. പ്രൊവൈഡ് മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ എഡ്ജ് സ്ട്രിപ്പ്. സോ AST മിനിമം നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് 222 mm² ആണ്. ഇവിടെ നമ്മൾ 10 mm ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ദ സ്പേസിംഗ് ഈസ് pi/4 into 10² divided by 222 into 1000, that is 353. Then 3 into 160, 480, 300. ഇതിൽ ലീസ്റ്റ് എന്ന് പറയുന്നത് 300 ആണ്. സോ പ്രൊവൈഡ് 10 mm ബാർസ് അറ്റ് എ സ്പേസിംഗ് ഓഫ് 300 mm സെൻറ്റർ ടു സെൻറ്റർ ഇൻ ഓൾ എഡ്ജ് സ്ട്രിപ്പ്. ഇവിടെ നമ്മൾ 300 mm സ്പേസിങ്ങിൽ മിനിമം ഏരിയയിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കും? എഡ്ജ് സ്ട്രിപ്പിൽ റെയിൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. സോ ഇത്രയാണ് നമ്മളെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് മൊത്തം വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തു, കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഓരോന്നായിട്ട് എഫക്റ്റീവ് ഡെപ്ത്ത്, അതേപോലെ മീൻസ് ഫസ്റ്റ് നമ്മൾ ചെക്കാണ് വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എഫക്റ്റീവ് ഡെപ്ത്ത് നമ്മൾ ചെക്ക് ചെയ്തു, അതേപോലെ ഷിയർ ചെക്ക് ചെയ്തു, അതേപോലെ ഏരിയ ഓഫ് സ്റ്റീൽ ഷോർട്ട് സ്പാനിലും ലോങ് ഡയറക്ഷനിലും ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തു, ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്തു. ദെൻ ടോർഷൻ റെയിൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ടോർഷൻ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുത്തപ്പം എഡ്ജ് സ്ട്രിപ്പിൽ കൊടുക്കേണ്ട റെയിൻഫോഴ്സ്മെൻറ്റും കാൽക്കുലേറ്റ് ചെയ്തു. ഇത്രയാണ് ഒരു 2-way സ്ലാബിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്.